ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ലാൻഡിംഗ് പേജാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഫിഗ്മ ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ആക്മി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ വെബ് ഡെവലപ്മെൻറ്റ് ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുന്നത്. വരുന്ന വീഡിയോയിൽ നമ്മൾ ഈ ഡിസൈൻ എങ്ങനെ HTML CSSും ജാവാസ്ക്രിപ്റ്റും ഉപയോഗിച്ചിട്ട് ഒരു റിയൽ വെബ്സൈറ്റ് ആക്കാമെന്നും നോക്കും. ആദ്യം നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാം. അതിന് മുന്നിലെ എന്തെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ലോഗോ, അതേപോലെ നാവിഗേഷൻ ലിങ്ക്സ്, അതിൻ്റെ താഴെ ഹീറോ സെക്ഷനിൽ ഒരു ബാനർ ടെക്സ്റ്റ്, അത് എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടില്ലേ, കൂടാതെ ഒരു അൺട്രോ ഇല്ലുസ്ട്രേഷൻ, പിന്നെ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ, അതായത് അവരെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ, അതിന് താഴെ അവർ ഓഫർ ചെയ്യുന്ന സർവീസസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, അതേപോലെ ഇല്ലുസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, അതിന് താഴെ ടെസ്റ്റമോണിയൽ സെക്ഷൻ, അതായത് ടോപ്പ് റിവ്യൂസ്, ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ടോപ്പ് റിവ്യൂസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെസ്റ്റമോണിയൽ സെക്ഷൻ. ഏറ്റവും താഴെയായി ഫൂട്ടർ, ജസ്റ്റ് കമ്പനി ലോഗോ, ടേംസ് ആൻഡ് കണ്ടീഷൻ, കോണ്ടാക്റ്റ്, അങ്ങനത്തെ അതിലേക്കുള്ള ലിങ്കും, കൂടാതെ അവരെ ആപ്ലിക്കേഷനിലേക്കുള്ള ആപ്സിൻ്റെ ലിങ്കും ഉൾപ്പെടുത്തി ഒരു ഫൂട്ടർ, സിമ്പിൾ ഫൂട്ടർ. അപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാം. ഫിഗ്മ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിൽ ഒരു ന്യൂ ഡിസൈൻ ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു മീനിങ് ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ ലാൻഡിംഗ് പേജ് എന്നാണ് നെയിം ചെയ്യുന്നത്, ലാൻഡിംഗ് പേജ് ഡിസൈൻ. ഇനി ഫ്രെയിം ടൂൾ സെലക്ട് ചെയ്യുക. ഫ്രെയിമിനെ ഒരു പേജായിട്ട് കരുതിയാൽ മതി. അതിൽ ഡെസ്ക് ടോപ്പ് റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യുക. ലെയർ പാനലിൽ ഫ്രെയിമിന് ഒരു നെയിം കൊടുക്കുക. ഇവിടെ സെയിം ലാൻഡിംഗ് പേജ് എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കണ്ടന്റ് അലൈൻ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ് വേണ്ടി, അതിന് വേണ്ടി നമ്മൾ ലേഔട്ട് ഗ്രിഡ് ആഡ് ചെയ്യുകയാണ്. ബൈ ഡിഫോൾട്ട് ഇത് ഗ്രിഡാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് കോളാണ് വേണ്ടത്. അത് ഗ്രിഡിൽ നിന്ന് കോളംസിലേക്ക് ചേഞ്ച് ചെയ്യുക. കൗണ്ട് 12 കൊടുക്കുക, 12 കൊടുക്കുക. അതേപോലെ മാർജിൻ 100 ആക്കി സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് കളർ സെലക്ട് ചെയ്യണം. കളർ സെലക്ട് ചെയ്യാൻ കളർ ഹണ്ടിലേക്ക് നമ്മൾ പോവുക. പക്ഷേ ഈ ഡിസൈനിലെ കളർ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ റെക്റ്റാങ്കുലർ ടൂൾ വെച്ച് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് ഡ്രോ ചെയ്താൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ഒരു 4 സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+D ടൈപ്പ് ചെയ്താൽ മതി. ആ സെലക്ട് ചെയ്ത എലമെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇനി ഫിൽ കളറിൽ ഞാനൊരു ബ്ലൂയിഷ് കളറാണ് എൻ്റെ പ്രൈമറി കളറായി സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി ഞാൻ ഒരു പ്രൈമറി വേരിയൻ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ബ്ലൂന്ന് ഒരു വൈറ്റ് ടോൺ ബ്ലൂ. ദെൻ ഐ സെലക്ട് സെക്കൻഡറി കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഒരു യെല്ലോ കളറ്. ജസ്റ്റ് അതിൻ്റെ ഓപ്പാസിറ്റി അബൌട്ട് 85% ഡിക്രീസ് ചെയ്യുക. അതേപോലെ ഒരു സെക്കൻഡറി വേരിയൻ്റ് കളറും. ഈ കളേഴ്സാണ് ഞാൻ ഈ പ്രൊജക്റ്റിന് മെയിനായി ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഫിക്ഷണൽ ബ്രാൻഡായ ആക്മിക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ലോഗോ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സിമ്പിൾ ബേസിക് ഷേപ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എലിപ്സ് ടൂൾ എടുക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രോ ചെയ്താൽ പെർഫെക്റ്റ് സർക്കിൾ കിട്ടും. വിത്ത് ഹൈറ്റ് ലോക്കാണെന്ന് ശ്രദ്ധിക്കുക. വിത്ത് 36 ആയി സെറ്റ് ചെയ്യുക. അടുത്തതായി പോളിഗൺ ടൂൾ ഉപയോഗിച്ച്
ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെയും വിഡ്ത്തും ഹൈറ്റും ലോക്ക്ഡ് ആണെന്ന് ശ്രദ്ധിക്കുക. വിഡ്ത്ത് 36 ആയി സെറ്റ് ചെയ്യുക. അങ്ങനെ ഡ്രാഗ് ചെയ്ത് ടോപ്പ് രണ്ടും ഓക്കെ. ഇനി ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ നെയിം കൊടുക്കാം. ആക്മി എന്നുള്ളതാണ് നമ്മുടെ കമ്പനീൻ്റെ പേര്. അതിൽ ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യുക. ഓക്കെ 36. ഇനി ഫോണ്ട് ഫാമിലി റൈറ്റ് ചൂസ്, ഇത് മോശമില്ല, അത് സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഷേപ്സിൻ്റെ അലൈൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളേഴ്സിനെ നമ്മളുടെ സ്റ്റൈൽ പാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കളർ റീപ്ലേസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഈസിയായി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കളറിനെ സ്റ്റൈൽ പാലറ്റിലേക്ക് ആഡ് ചെയ്യുക. അതിന് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഫില്ലിൻ്റെ അവിടെ ആ 4 ഡോട്ടാണ് സ്റ്റൈലിൻ്റെ സിമ്പിൾ. അതിൽ ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് പേര് കൊടുക്കുക. ഇത് പ്രൈമറി കളർ ആയതുകൊണ്ട് പ്രൈമറി എന്ന് കോൾ ചെയ്യുക. അടുത്തത് പ്രൈമറി വേരിയൻറ്റ്. അടുത്തത് സെക്കൻഡറി കളർ. മാറിപ്പോയി. സെക്കൻഡറി കളർ എന്ന് കോൾ ചെയ്തു. സെക്കൻഡറി വേരിയൻറ്റ് കളർ. സെക്കൻഡറി വേരിയൻറ്റ് ചൂസ് ചെയ്തു. ഇനി നമ്മൾ ലോഗോക്ക് ആ കളർ കൊടുക്കുന്നതാണ്. കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് സ്റ്റൈൽ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റൈൽ പാലറ്റിൽ നിന്ന് നമ്മൾ സർക്കിളിന് കൊടുക്കുന്നത് പ്രൈമറി കളറാണ്. ട്രയാങ്കിളിന് കൊടുക്കുന്നത് സെക്കൻഡറി കളറും. അതേപോലെ നമ്മളുടെ ബ്രാൻഡ് നെയിമിന് കൊടുക്കുന്നത് പ്രൈമറി കളറും. സ്റ്റൈൽ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ലോഗോ സെലക്ട് ചെയ്യുക, ഷേപ്പും. എന്നിട്ട് ലെയർ പാനലിൽ നല്ലൊരു നെയിം കൊടുക്കുക. ഞാനിവിടെ ലോഗോ എന്ന് കോൾ ചെയ്തു. ഇനി നമുക്ക് ഡിസൈനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നാവിഗേഷൻ ബാറാണ്. അതായത് ടോപ്പിലുള്ള നാവിഗേഷൻ ബാർ. റെക്റ്റാങ്കുലർ സെലക്ട് ചെയ്ത് ഒരു ഫുൾ വിഡ്ത്ത് റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുക. അതിൻ്റെ ഹൈറ്റ് 76 ആയി സെറ്റ് ചെയ്യുക. ലോഗോ ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോൾ ഡി ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫസ്റ്റത്തെ കോളത്തിന് അലൈൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നാവിഗേഷൻ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ടി എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ടൂള് സെലക്ട് ആവും. ഇനി ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് റോബർട്ടോയിലേക്ക് സെറ്റ് ചെയ്യുക. ആ തിക്നെസ് അത് മതി. അലൈൻ ചെയ്ത് വെക്കുക. ലാസ്റ്റത്തെ കോളത്തിന് അലൈൻ ചെയ്ത് വെക്കുക. കൺട്രോൾ ഡി ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ വെക്കുക. ഇനി ആ ലിങ്ക്സ് അതിൻ്റെ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യുക. കോണ്ടാക്റ്റ് എബൌട്ട് എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇനി അത് അലൈൻ ചെയ്ത് വെക്കുക നേരെ. ഇനി ഹോമിനെ ഒരു സെലക്ട് ചെയ്ത് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ബാക്കി 2 ലിങ്കും ക്ലിക്ക് ചെയ്ത് അതിനൊരു ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഹോം ഒരു സെലക്റ്റഡ് ഇഫക്റ്റ് അവിടെ നമുക്ക് കിട്ടി. ഇനി ആ 3 ലിങ്ക്സും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഇനി നാവ് ലിങ്ക്സ് ഞാനിവിടെ ലെയർ പാനലിൽ നെയിം കൊടുത്തു. ഇനി നമ്മൾ ഈ എല്ലാ എലമെൻറ്റും, അതായത് നാവിഗേഷനിൽ ഉൾപ്പെടുന്ന എല്ലാ എലമെൻറ്റും മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കൺട്രോൾ ജി ചെയ്ത് നാവിഗേഷൻ എന്നുള്ളത് ഷോർട്ടാക്കി നാവ് എന്ന് കൊടുത്തു.
ഇനി നമ്മൾ ഹീറോ സെക്ഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് റെക്റ്റാങ്കുലർ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കണ്ടെയ്നർ നമ്മൾ ആക്കി. അതിൻ്റെ ഹൈറ്റ് ഒരു 775 സെറ്റ് ചെയ്തു ഹൈറ്റ്. അതിൻ്റെ കളറ് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തു. അത് ജസ്റ്റ് നമ്മുടെ വിസിബിലിറ്റിക്ക്, അതായത് നമുക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് തിരിയാൻ വേണ്ടി ആക്കിയതാണ്. അതേപോലെ നാവിഗേഷൻ സെക്ഷൻ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു പോകും. അതുകൊണ്ട് ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഇനി ഹീറോ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ടൈപ്പ് ചെയ്തു. നമ്മളുടെ ടേൺ യുവർ ഐഡിയ ഇൻടു വർക്കിംഗ് വെബ് ആൻഡ് മൊബൈൽ എന്ന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇതാക്കി. അതിൻ്റെ ഫോണ്ട് ഫാമിലി നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ തിക്നെസ് ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് ലേശം കുറച്ചു. അതിനുശേഷം ഫസ്റ്റത്തെ കോളത്തിന് അലൈൻ ചെയ്ത് വെച്ചു. നമ്മളുടെ ടെക്സ്റ്റ് ഒരു 6 കോളത്തിലേക്ക് 6 കോളം ഉണ്ടാവും. അതായത് പകുതി 12 കോളം ആണല്ലോ നമ്മളെ ഫുള്ള്. അതിൻ്റെ പകുതി 6 കോളമാണ് നമ്മളെ ടെക്സ്റ്റ്. അതേപോലെ ടെക്സ്റ്റ് Ctrl+D ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അത് നമുക്ക് സബ് ടൈറ്റിലായിട്ട് ഉപയോഗിക്കാനാണ്. അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ചു. അതേപോലെ തിക്നെസ് റെഗുലറിലേക്ക് മാറ്റി. അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറ്റി. താഴേക്ക് ഡ്രാഗ് ചെയ്ത് അലൈൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കോൾ ടു ആക്ഷൻ, അതായത് ഒരു ബട്ടൺ ആണ്, പ്രൈമറി ബട്ടൺ. റെക്റ്റാങ്കുലർ ടൂൾ R ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഒരു ബട്ടൺ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിന് ബട്ടൺ ടെക്സ്റ്റിന് വേണ്ടി സബ് ടൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൽ നോ മോർന്ന് ടൈപ്പ് ചെയ്തു. ആ ടെക്സ്റ്റ് ഇപ്പോൾ നമ്മളുടെ ബട്ടൻ്റെ താഴെയാണെന്നുള്ളത്. നമ്മൾ മുകളിലേക്ക് വരാൻ Ctrl+Shift സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലെയർ പാനലിൽ ഡ്രാഗ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചു. ഇനി നമ്മൾ ബട്ടണ് പ്രൈമറി കളർ കൊടുത്തു. അതേപോലെ ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആക്കി സെറ്റ് ചെയ്തു. ഫോണ്ട് സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്തു. അതേപോലെ ടെക്സ്റ്റ് അതിൻ്റെ ബട്ടണിൻ്റെ സെൻറ്ററിൽ തന്നെ അലൈൻ ചെയ്തു. ഹീറോ സെക്ഷനിൽ ഇനി നമ്മൾ അവിടെ ഇല്ലുസ്ട്രേഷൻ ആണ് ആക്കേണ്ടത്. അത് ചെയ്യാം, ഒരു കുറച്ച് അങ്ങോട്ട് എത്തി ചെയ്യാം, ഇപ്പം ചെയ്യുന്നില്ല. ആദ്യം തന്നെ ബട്ടൺ ഗ്രൂപ്പ് ചെയ്തു. ബട്ടണ് ജസ്റ്റ് BT എന്ന് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തു. ടെക്സ്റ്റും സബ് ടൈറ്റിലും ബട്ടണും മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്ത് അതിന് ഹീറോ കണ്ടന്റ് എന്ന് കൊടുത്തു. ലെയർ പാനലിൽ ഹീറോ കണ്ടന്റ് എന്ന് കൊടുത്തു. അതേപോലെ അത് കണ്ടെയ്നറും കൂടി സെലക്ട് ചെയ്ത് അത് നമ്മൾ അലൈൻ ചെയ്തു അതിൻ്റെ സെൻറ്ററിൽ തന്നെ. ഇനി ഇല്ലുസ്ട്രേഷൻ ആണ്. ഇല്ലുസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ andro.co പോവുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ സെർച്ചിലേക്ക് പോവുക. അവിടെ വെബ് ഡിസൈൻ സെർച്ച് ചെയ്യുക. ഇവിടെ ധാരാളം ഇമേജ് കാണാം. എല്ലാം ഹൈ ക്വാളിറ്റി SVG ഇമേജ് ആണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കളറ് നമ്മളുടെ പ്രൈമറി കളറിനനുസരിച്ച് സെറ്റ് ചെയ്യുക. പ്രൈമറി കളർ എടുത്തു. അതിൻ്റെ ഹെക്സ് വാല്യൂ കിട്ടാൻ വേണ്ടി സ്റ്റൈൽസ് ഇവിടെ റൈറ്റ് സൈഡിൽ ആ സെറ്റിങ്സിലെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹെക്സ് വാല്യൂ കിട്ടും. ഹെക്സ് വാല്യൂ കോപ്പി ചെയ്തു. അവിടെ കളറിനുള്ള പാലറ്റിൽ അവിടെ കോപ്പി ചെയ്ത ഹെക്സ് വാല്യൂ പേസ്റ്റ് ചെയ്തു. സെർച്ച് ചെയ്ത് പോയി എന്ന് ഒന്നും കൂടെ സെർച്ച് ചെയ്യാം. വെബ് ഡിസൈൻ
പ്രൈമറി കളർ കൊടുക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മാച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡറി കളറാക്കി മാറ്റി നോക്കാം അതെങ്ങനെ ഉണ്ടാവുന്നു. സ്റ്റൈൽസിൽ പോയി സെറ്റിങ്സ് എടുത്ത് അതിൻ്റെ ഹെക്സ് വാല്യൂ കോപ്പി ചെയ്യുക. അൺഡ്രോയിൽ വന്ന് അതിൻ്റെ കളറിൽ അത് പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മളുടെ സെക്കൻഡറി കളർ കുറച്ചും കൂടി നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ SVG ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തു. ഇനി ഡൗൺലോഡഡ് ഫോൾഡറിൽ പോയി അത് ഫിഗ്മയിലേക്ക് ഡ്രാഗ് ചെയ്യുക. കൈവിടേണ്ട ഫയൽ ഞാനത് ഫിഗ്മയിലേക്ക് ഡ്രാഗ് ചെയ്തു. അതിൻ്റെ സൈസ് കുറച്ചു. അത് അതിൻ്റെ നെക്സ്റ്റ് 6 കോളത്തിൻ്റെ സെൻറ്ററിൽ ഏകദേശം പ്ലേസ് ചെയ്തു. ഇനി കണ്ടന്റും ഇല്ലുസ്ട്രേഷനും കണ്ടെയ്നറും കൂടി ഗ്രൂപ്പ് ചെയ്തു. അതിന് ഹീറോ സെക്ഷന് പേര് കൊടുത്തു. അത് അലൈൻ ചെയ്തു സെൻറ്ററിൽ തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് സർവീസ് സെക്ഷനാണ്. അതായത് ടോപ്പ് സർവീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സർവീസ് സെക്ഷൻ. റെക്ടാങ്കുലർ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഒരു 775 ഹൈറ്റിൽ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സർവീസ് സെക്ഷന് ടൈറ്റിലും സബ് ടൈറ്റിലും അതേപോലെ 3 ഐറ്റമും ഉണ്ട് ഓരോരോ സർവീസ് ലിസ്റ്റ് ചെയ്യുന്ന. ആദ്യം ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു അവർ സർവീസസ്. അതിൻ്റെ ഫോണ്ട് സൈസ് ഏകദേശം 36, 48. അതിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടാൻ മീഡിയത്തിലേക്ക് ഇതാക്കി. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു. ടെക്സ്റ്റ് സൈസ് കുറച്ചുകൂടി കൂട്ടിയ അത് കുറച്ച് മോശമില്ല. സെൻറ്റർ അലൈൻ ചെയ്ത് നമുക്ക് സബ് ടൈറ്റിലാണ് ആക്കേണ്ടത്. അത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മുടെ സബ് ടൈറ്റിൽ കണ്ടന്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പം മുകളിൽ നിന്ന് അത് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ്. ഇതേപോലെ സബ് ടൈറ്റിൽ സെൻറ്റർ അലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് 3 കണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇല്ലുസ്ട്രേഷനും ടൈറ്റിലും ഒരു സബ് ടൈറ്റിലും അടങ്ങുന്ന ഓരോരു ഐറ്റം. അതായത് 12 കോളം ഉള്ളത് കൊണ്ട് നിങ്ങൾ 3 ഗുണം 4 12. അപ്പോൾ 4 കോളത്തിൽ 4 കോളം വിഡ്ത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഓരോരോ ഐറ്റവും സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇല്ലുസ്ട്രേഷന് വേണ്ടി അൺഡ്രോയിലേക്ക് പോവുക. ആദ്യം മൊബൈൽ സെർച്ച് ചെയ്ത് നോക്കാം. മൊബൈൽ ഡെവ്ന്ന് മാറ്റി സെർച്ച് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുക. അടുത്തത് നമുക്ക് ഒരു വെബ് ഡിസൈനിലുള്ള വെബ് ഡെവ്. ഈ ഒരു ഇമേജ് ആദ്യത്തെ ഇമേജ് തന്നെ സെലക്ട് ചെയ്യാം. SVG ഡൗൺലോഡ് ചെയ്യുക. ഇനി IoT സർവീസിന് വേണ്ടിയിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ കൂടി ആവശ്യമുണ്ട്. IoT എന്ന് ടൈപ്പ് ചെയ്യുക. ഈ സർക്യൂട്ട് ബോർഡിൻ്റെ ഇമേജ് എടുത്തു. ഇനി ഡൗൺലോഡ് ഫോൾഡേഴ്സിലേക്ക് പോവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇല്ലുസ്ട്രേഷൻ എല്ലാം സെലക്ട് ചെയ്യുക. അത് ഫിഗ്മയിലേക്ക് ഡ്രാഗ് ചെയ്യുക.
അതിൻ്റെ സൈസ് ഒന്ന് കുറക്കുക, ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇനി ഓരോ ഐറ്റം നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ആദ്യം ഒരു ഐറ്റം ഡിസൈൻ ചെയ്ത് അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്, അതായത് 4 കോളത്തിൽ വരുന്ന രീതിയിൽ ഓരോരോ ഐറ്റം. ആദ്യം മൊബൈൽ ഡിസൈനിങ്ങിൻ്റെ അതിന് വേണ്ടി അത് 2 കോളത്തിൻ്റെ സെൻറ്ററിൽ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ടൈറ്റിലും സബ് ടൈറ്റിലും വേണം. അതിന് നമ്മുടെ അവർ സർവീസ് സെക്ഷൻ്റെ ആ ടെക്സ്റ്റ് തന്നെ ഉപയോഗിക്കാം. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടന്റ് 4 കോളത്തിലേക്ക് സെറ്റ് ചെയ്യുക. വിഡ്ത്ത് 4 കോളം, അതേപോലെ സബ് ടൈറ്റിലിൻ്റെ വിഡ്ത്തും 4 കോളമായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുക. അതേപോലെ ഫോണ്ട് സൈസ് കുറച്ച് കുറക്കാം. അത് സബ് ടൈറ്റിലിൻ്റെ ടെക്സ്റ്റ് സൈസും കുറച്ച് ഡിക്രീസ് ചെയ്യാം. അത് 60 കൊടുക്കാം. കുറച്ച് അത് തീരെ സ്മോൾ ആയതുകൊണ്ട് 24 കൊടുക്കാം. അത് ഓക്കെയാണ്. ടെക്സ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരൈറ്റം ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടന്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാം. മൊബൈൽ ഡെവലപ്മെൻറ്റ് എന്ന് കൊടുക്കുക. ഇനി ആ ഐറ്റം എല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പിനൊരു ലെയർ പാനലിൽ ഒരു നല്ലൊരു പേര് കൊടുക്കുക. സർവീസ് ഐറ്റം എന്ന് ഞാൻ ഇവിടെ കൊടുത്തു. Ctrl+D ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അടുത്ത കോളത്തിന് അലൈൻ ചെയ്ത് അത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി Ctrl+D ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലായി അടുത്ത കോളത്തിന് കറക്റ്റായി സെറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് അവിടെ ഇല്ലസ്ട്രേഷൻ റീപ്ലേസ് ചെയ്യണം. ആദ്യം കണ്ടന്റ് റീപ്ലേസ് ചെയ്യുക. ഇവിടെ മൊബൈൽ ഡെവലപ്മെൻറ്റ് മാറ്റി വെബ് ഡെവലപ്മെൻറ്റ് കൊടുക്കുക. അടുത്തത് IoT സൊല്യൂഷൻ. IoT സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇല്ലസ്ട്രേഷൻ ആണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. ആദ്യം IoT സർവീസിൻ്റെ അത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൊബൈൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇല്ലസ്ട്രേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അവിടെ IoTൻ്റെ വെക്കുക. ഇനി വെബ് ഡെവലപ്മെൻറ്റിനാണ് മൊബൈലിൻ്റെ ഇമേജ് അവിടുന്ന് കളയുക. അതിനു പകരം ഈ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമേജ് അവിടെ വെക്കുക. കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കുക. ബാക്കി 2 ഇമേജിൻ്റെയും സൈസ് മാച്ച് ചെയ്ത് സ്കെയിൽ ചെയ്യുക. സർവീസ് സെക്ഷൻ ഒരുവിധമായിട്ടുണ്ട്. ഇനി അത് ഗ്രൂപ്പ് ചെയ്യണമെല്ലാം. ആദ്യം ഇമേജ് രണ്ടാമത് നമ്മൾ വെച്ചതുകൊണ്ട് തന്നെ ഗ്രൂപ്പിങ്ങിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അതൊന്ന് ആദ്യം ഗ്രൂപ്പ് ചെയ്തു. ഇനി ഐറ്റം ഓരോരു കണ്ടന്റും നമ്മൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. ആദ്യം ടൈറ്റിലും സബ് ടൈറ്റിലും, ത്രീ ഐറ്റംസും നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടെയ്നർ അടക്കം. എന്നിട്ട് അതിന് സർവീസ് സെക്ഷന് പേര് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സർവീസ് സെക്ഷൻ നമ്മൾ അവിടെ ചെയ്തു.
അവിടെ നമ്മൾ ഹീറോ സെക്ഷനിൽ അതിൻ്റെ കണ്ടെയ്നറും കൂടി ഗ്രൂപ്പ് ചെയ്യാൻ മറന്നുപോയി. അതൊന്ന് ചെയ്യുക. ഹീറോ സെക്ഷന് പേരും കൊടുക്കാം. നമ്മൾ 3 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ ഒരു സ്പെല്ലിംഗ് പറ്റിപ്പോയി. ഡെവലപ്മെൻറ്റിൻ്റെ അവിടെ ഒരു O ആവശ്യമുണ്ട്. LOP ആണ് ഡെവലപ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയി. ടെക്സ്റ്റിലൊന്നും അധികം ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഡിസൈനിലാണ് കാര്യമായിട്ട് നോക്കുന്നത്. അതിൽ കണ്ടന്റ് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അതിൻ്റെ ഹൈറ്റ്, അതായത് ഫ്രെയിമിൻ്റെ ഹൈറ്റ് കൂട്ടുക. ഒരു കണ്ടെയ്നർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ഫുൾ വിഡ്ത്ത് കണ്ടെയ്നർ വിത്ത് 775 ഹൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റമോണിയൽ സെക്ഷനാണ്. ടെക്സ്റ്റമോണിയൽ സെക്ഷനിൽ ടൈറ്റിൽ സബ് ടൈറ്റിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഹീറോ സെക്ഷനിൽ നിന്ന് ആ ടൈറ്റിലും സബ് ടൈറ്റിലും കോപ്പി ചെയ്യാം. ലെയർ പാനലിൽ നിന്ന് കോപ്പി ചെയ്യുക, അതാണ് കുറച്ചുകൂടി ഈസി. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അലൈൻ ഫസ്റ്റത്തെ കോളത്തിനെ അലൈൻ ചെയ്ത് വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് സൈസ് അത്ര വലുത് വേണ്ട, അത് ഒന്ന് കുറച്ച് കുറക്കുക. ഒരു 64. അതേപോലെ ആ കണ്ടന്റ് റീപ്ലേസ് ചെയ്യുക. അവർ കസ്റ്റമർ സേസ് എന്ന് കൊടുക്കുക. നമുക്ക് ടെസ്റ്റിമോണിയൽ സെക്ഷൻ്റെ ഹെഡിങ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതേപോലെ സബ് ടൈറ്റിലും അലൈൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 3 ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡയലോഗ് ഇഫക്റ്റ് കൊടുത്തിട്ട് അവർ പറയുന്നത് പോലെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രൊഫൈൽ പിക്ചറും അതെല്ലാം കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കുലർ ടൂൾ ഉപയോഗിച്ചിട്ട് 4 കോളം വിഡ്ത്തിലുള്ള ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക. ഡയലോഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി പോളിഗൺ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ എഡ്ജിൽ കൊണ്ടുവരുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടൂള് അവിടെ എനേബിൾ ആവും. അതതിന് നമ്മളുടെ റെക്റ്റാങ്കിളിന് കണക്കായി പ്ലേസ് ചെയ്യുക. അതിന് പോളിഗണും അല്ല ട്രയാങ്കിളും റെക്റ്റാങ്കിളും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിന് ഡയലോഗ് ബോക്സ് എന്ന് പേര് കൊടുക്കുക. ലെയർ പാനലിൽ കൊടുത്തു. ഇനി നമ്മളുടെ ഡയലോഗിൻ്റെ ഉള്ളിൽ ടൈറ്റിലും സബ് ടൈറ്റിലും വരുന്നുണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ ടെസ്റ്റിമോണിയൽ സെക്ഷൻ്റെ ടൈറ്റിലും സബ് ടൈറ്റിലും നമുക്ക് കോപ്പി ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. Ctrl D. ആ ലെയറിൻ്റെ താഴെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ബോക്സിൻ്റെ. അത് ലെയർ പാനലിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വെക്കുക. ടെക്സ്റ്റ് സൈസ് കുറക്കുക. 36 24. അതിന് ടെക്സ്റ്റ് ഫീൽഡ്, അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കുറക്കുക. സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ ഡയലോഗിൽ, അതായത് കസ്റ്റമർ എന്ന് പറയുന്നുള്ളത് ഈ സെക്ഷനിലാണ് വരുന്നത്. സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കുക. അതിൻ്റെ ടെക്സ്റ്റ് സൈസ് കുറച്ച് കുറക്കുക. ഓക്കെ, സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കുക കണ്ടന്റ് എല്ലാം. അപ്പോൾ നമ്മളെ ഡയലോഗ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു പ്രൊഫൈൽ ഇമേജും അതേപോലെ പ്രൊഫൈൽ നെയിമും ഡെസിഗ്നേഷനും വരുന്ന ഒരു ഇതാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിന് എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ എലിപ്സ് ടൂൾ സെലക്ട് ആവും. ഷിഫ്റ്റ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ അത് കംപ്ലീറ്റ് സർക്കിളായിരിക്കും. അത് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഇനി നമ്മളുടെ ടെക്സ്റ്റമോണിയൽ സെക്ഷൻ്റെ ഹൈറ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുക.
അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മളുടെ പ്രൊഫൈൽ ടൈറ്റിൽ ഒരു പ്ലേസ് ഹോൾഡറായി ജോൺ ഡോ എന്ന് കൊടുക്കുക. അവിടെ ടെക്സ്റ്റ് സൈസ് കുറക്കുക. കൂടാതെ ഒരു ഡാർക്ക് ഷെയ്ഡിലെ കളർ കൊടുക്കുക. കുറച്ചും കൂടി ബ്ലാക്ക് തന്നെ കൊടുക്കുക. അത് അലൈൻ ചെയ്ത് വെക്കുക. സർക്കിളിന് നേരെ താഴെ സെൻറ്ററായി ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ് ലൈൻ, അതിന് കണക്കായി അലൈൻ ചെയ്ത് വെക്കുക. ഇനി ഡെസിഗ്നേഷന് വേണ്ടി ടൈറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡെസിഗ്നേഷൻ അത്ര എന്താ പറയുക, ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്താൽ മതി. CEO of XYZ എന്ന് കൊടുക്കാം. അപ്പം നമ്മളുടെ ടെസ്റ്റിമോണിയലിൽ ഒരു ഐറ്റം ആയിട്ടുണ്ട്. അവിടെ ഈ കണ്ടന്റ് ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ അലൈൻ ചെയ്തത് ശരിയായിട്ടാണ്. അതൊന്ന് കുറച്ച് മുകളിലേക്ക് വെക്കുക, സെൻറ്ററാക്കിയിട്ട് തന്നെ വെക്കുക. ഡെസിഗ്നേഷൻ്റെ ടെക്സ്റ്റ് സൈസ് കുറച്ച് കുറക്കുക. ഓക്കെ, ഇനി പ്രൊഫൈൽ ഐക്കൺ അവിടെ വെക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലഗിൻ ഉപയോഗിക്കുന്നുണ്ട്, അവതാർ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം. മാനേജ് പ്ലഗിൻസിൽ പോയാൽ അവിടെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ജനറേറ്റ് അവതാർ ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നില്ല, സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒരു ഷേപ്പ് ചെയ്തിട്ട് അവതാർ ജനറേറ്റർ ക്ലിക്ക് ചെയ്താൽ അവിടെ റാൻഡമായിട്ട് ഒരു പേഴ്സൻ്റെ ഇമേജ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാന്ന്. ആദ്യം നമ്മൾ ഡയലോഗിലെ കണ്ടന്റും ഡയലോഗ് ബോക്സും ഗ്രൂപ്പ് ചെയ്തു. ഇനി ഡയലോഗും ആ പ്രൊഫൈൽ ഐക്കണും ടൈറ്റിലും ഡെസിഗ്നേഷനും ഗ്രൂപ്പ് ചെയ്തു. ഇപ്പോൾ കണ്ടന്റ് ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തല്ലോ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഇനി 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതിനു മുന്നേ ഒരു കാര്യം, ഇവിടെ ഡയലോഗ് ബോക്സിന് ഷാഡോ ഇഫക്റ്റ് കൊടുക്കാൻ അത് ആദ്യം കൊടുക്കുക. പിന്നീട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യൽ കുറച്ചും കൂടി പണിയാണ്, അതുകൊണ്ട് ആദ്യം തന്നെ കൊടുക്കുക. അതിൽ ബ്ലർ സൈസ് ഒരു 20 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക നമ്മളുടെ ഐറ്റം. എല്ലാം സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക. പേര് കൊടുത്തു. ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക 2 പ്രാവശ്യം. കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാം. അടുത്ത വരുന്ന കോളത്തിന്, അതായത് 5ാമത്തെ കോളം മുതൽ അങ്ങോട്ട് അടുത്ത Ctrl+D പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലായി ആ 3ാമത്തത് അവിടെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട്. Ctrl+D നമ്മൾ ഒരു എലമെൻറ്റ് ഇത് ചെയ്ത് ആദ്യം പ്രസ് ചെയ്താൽ അത് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഹൈറ്റ് ഞാൻ ഒന്ന് കണ്ടെയ്നറിൻ്റെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ടെസ്റ്റിമോണിയൽ സെക്ഷൻ കുറച്ച് വലുതാണ്, അതുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് ഇതാക്കി. ഇനി ഓരോ ഐറ്റം സെലക്ട് ചെയ്ത് എല്ലാം ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്ത് ടെസ്റ്റിമോണിയൽ കണ്ടന്റ് ആണ് ഇത്. ഇവിടെ കസ്റ്റമർ സേഫ് എന്ന് കൊടുത്തു. നമുക്ക് എല്ലാം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫ്രെയിമിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടാം. ഇനി ലാസ്റ്റായി നമുക്ക് ചെയ്യാൻ വേണ്ടി ഫൂട്ടറാണ്. ഫൂട്ടറിൻ്റെ ഹൈറ്റ് ഒരു 230 കൊടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ലോഗോ അതിന് താഴെ ലിങ്ക്സ് അതിന് താഴെ അങ്ങനെയാണ് വരുന്നത്. ആദ്യം ലോഗോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ലോഗോ അവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളുടെ ലിങ്കിന് നമ്മളുടെ നാവിഗേഷൻ ലിങ്ക് കോപ്പി ചെയ്ത്
അതവിടെ പേസ്റ്റ് ചെയ്യുക. വീണ്ടും ഡിസൈൻ ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്തതുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അത് റീപ്ലേസ് ചെയ്യാൻ നിൽക്കുക. അല്ലാതെ ചെയ്യാൻ നിന്നാൽ ധാരാളം ടൈം എടുക്കും, വെറുതെ ടൈം വേസ്റ്റ് ആവും. ഇവിടെ ഫസ്റ്റത്തേന് ഞാൻ ടേംസ് ആൻഡ് കണ്ടീഷന് പേര് കൊടുത്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. ഇനി ലിങ്ക്സിൽ അടുത്തതിന് കോണ്ടാക്റ്റ് ഒന്നും കൊടുത്തു. ആ സെലക്റ്റഡ് ഇഫക്റ്റ് നമുക്ക് ഫൂട്ടറിൽ അത് വേണ്ട. അതുകൊണ്ട് തന്നെ കളറ് എല്ലാ ലിങ്ക്സിൻ്റെയും ഒരേ കളറായിരിക്കാൻ അത് മാച്ച് ചെയ്യുക. ഇനി ഒരു കോപ്പിറൈറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് വെക്കാൻ വേണ്ടി ഒരു എബൌട്ട് എന്നുള്ള ആ ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴെ വെച്ച് അതിൽ ആ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്തതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാമെന്ന് അത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കളർ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഡാർക്ക്. ശരിക്കും നമ്മൾ ഈ കളർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഫൂട്ടർ വരുന്നത് ഡാർക്ക് ആയിട്ടല്ലേ, അപ്പോൾ ഡാർക്കല്ല ബ്ലാക്ക് തന്നെയാണ്. ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് മോശമില്ല. ഓക്കെ, ഇനി നമ്മുടെ ലിങ്കിൻ്റെയും ടെക്സ്റ്റിൻ്റെയും കളറ് അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇതെല്ലാം നിങ്ങൾ ഓരോരോ സംഭവം ചെയ്യുമ്പോൾ അതിന് കണക്കായി അഡ്ജസ്റ്റ് ചെയ്ത് അത് വിസിബിൾ ആണോ അതിനനുസരിച്ച് അങ്ങനെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഫൂട്ടർ ആടെ ഒരിതും ആയിട്ടുണ്ട്. ഹൈറ്റ് ഫൂട്ടറിന് കണക്കായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളുടെ ഡിസൈൻ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് നമ്മളുടെ കണ്ടെയ്നറിന് കളർ കൊടുക്കുന്നതാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ ലേഔട്ട് ഗ്രിഡ് ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ആ കണ്ടെയ്നർ സെലക്ട് ചെയ്യുക. നാവിഗേഷൻ ബാറിൽ അത് ഒരു പ്യുവർ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതുപോലെ ഹീറോ സെക്ഷൻ്റെ കണ്ടെയ്നർ സെലക്ട് ചെയ്ത് അത് ഡബിൾ ടാപ്പ് ചെയ്യേണ്ടി വരും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് തന്നെ. അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു ക്രീമി വൈറ്റ് കളർ കൊടുത്തു. അടുത്തത് സർവീസ് സെക്ഷനിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് കണ്ടെയ്നർ കറക്റ്റായി സെലക്ട് ചെയ്യുക. ഓക്കെ, വൈറ്റ് കളർ കൊടുത്തു. ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്തത് അൺലോക്ക് ചെയ്യണം, എന്നാലേ സെലക്ട് ചെയ്യാൻ പറ്റും. എയർ പാനലിൽ നിന്ന് അത് നോക്കി കസ്റ്റമർ സേസ് എന്നാണ് ഞാൻ കൊടുത്തത്, അത് അൺലോക്ക് ചെയ്യുക. ഇനി കണ്ടെയ്നർ സെലക്ട് ചെയ്ത് അതിൻ്റെ കളർ റീപ്ലേസ് ചെയ്യുക, വൈറ്റ് കൊടുക്കുക. ഒരു കാര്യം മറന്നു, അവിടെ ടെക്സ്റ്റ്മോണിയൽ സെക്ഷനിൽ ബോക്സിൻ്റെ കളർ ഇപ്പോൾ ഒരു മാച്ചിങ് അല്ല, നമുക്ക് റീപ്ലേസ് ചെയ്യാം. ബോക്സ് സെലക്ട് ചെയ്യുക. ബോക്സിനാണ് കളർ കൊടുത്തിട്ടില്ല നമ്മൾ. ബോക്സ് സെലക്ട് ചെയ്തു. 3 ബോക്സും സെലക്ട് ചെയ്തതിന് ശേഷം കളർ കൊടുക്കുക. ഓരോന്ന് കൊടുത്ത് ആക്കണ്ട, അത് ടൈം എടുക്കും. പ്യുവർ വൈറ്റ് കളർ തന്നെ കൊടുക്കാം. അതിന് ഷാഡോ ഇല്ലത് കൊണ്ട് തന്നെ അതൊന്ന് പോപ്പപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഒരുവിധം കംപ്ലീറ്റ് ആയി. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. അവിടെ ഓപ്ഷൻസിൽ വിഡ്ത്ത് മാച്ച് ചെയ്തിട്ടുള്ള സ്കെയിൽ സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് കാണാം ഫൂട്ടർ, ടെസ്റ്റിമോണിയൽ സെക്ഷൻ, സർവീസ് സെക്ഷൻ, ഹീറോ കണ്ടന്റ് ആൻഡ് നാവിഗേഷൻ ലോഗോയും നാവിഗേഷൻ ലിങ്കും. അങ്ങനെ നമ്മൾ ഒരു ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ
ഈ ഡിസൈൻ വെച്ചിട്ട് എങ്ങനെ HTML CSS ജാവാസ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതായത് ഒരു വർക്കിംഗ് വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് കമൻ്റ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.